وأطيعوا الرسول وأولي الأمر منكم فإن تنازعتم في شيء فردوه إلى الله والرسول إن كنتم تؤمنون بالله واليوم الآخر ذلك خير وأحسن تأويلا. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. നമ്മെവരെയും സൃഷ്ടിക്കുകയും നമ്മെ പരിപാലിക്കുകയും സദാസമയവും നമ്മെ കാണുകയും അറിയുകയും കേൾക്കുകയും ചെയ്യുന്ന ഈ ലോകത്തിന്റെ സൃഷ്ടാവായ റഹ്മാനായ റബ്ബിന്റെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ ജീവിതത്തിന്റെ എല്ലാ രംഗത്തും പാലിച്ച് പ്രവർത്തിക്കൊണ്ട് ജീവിക്കണേ എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഒരു മനുഷ്യന് ജീവിതത്തിൽ അവന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ അനുഗ്രഹമാണ് അല്ലാഹുവിന്റെ ദീൻ ഇസ്ലാം സ്വീകരിച്ച് ഈ സന്മാർഗത്തിന്റെ വഴി സ്വീകരിക്കാനുള്ള മഹാസൗഭാഗ്യമെന്നത്. ആ രൂപത്തിൽ ആ ഹിദായത്ത് നിലനിർത്തിക്കൊണ്ട് തന്നെ മരണപ്പെട്ടു പോവുക, ഈ ലോകത്തുനിന്ന് വിട പറയുക എന്നത് ഏറ്റവും വലിയ ഒരു തൗഫീഖാണ്. അല്ലാഹു ആ നിലക്ക് മരണപ്പെടാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. എന്നാൽ ഈ ഹിദായത്ത് എന്ന മഹാസൗഭാഗ്യം നൽകപ്പെടാത്ത ഒട്ടേറെ മനുഷ്യർ എന്നും മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട്. അത് പലർക്കും നൽകപ്പെടാത്തതാണ് പലപ്പോഴും നമുക്കൊക്കെ കിട്ടിയ ഈ ഹിദായത്ത്. മഹാരഥന്മാരായ പ്രവാചകന്മാർ അവരുടെ ഏറ്റവും അടുത്ത ആളുകൾക്ക് അല്ലാഹു നൽകാത്ത, തൗഫീഖ് കിട്ടാത്ത ആ ഇസ്ലാമിന്റെ ശരിയായ സ്വർഗത്തിലേക്കുള്ള ആ വഴി, അതാണ് മഹാനായ നൂഹ് നബി അലൈഹി ഇസ്ലാമിയുടെ മകന് ലഭിക്കാതെ പോയത്, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടെ പിതാവിന് ലഭിക്കാതെ പോയത്, ലൂത്ത് നബി അലൈഹി ഇസ്ലാമിയുടെ ഭാര്യയ്ക്ക് ലഭിക്കാതെ പോയത്, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുത്താപ്പ പിതൃവൻ അബൂ ത്വാലിബിന് ലഭിക്കാതെ പോയത് ഈ സന്മാർഗത്തിന്റെ വഴിയാണ്. ആ തൗഫീഖ് ലഭിക്കപ്പെടാതെ പോയി. പ്രവാചകൻ ഏറെ ആഗ്രഹിച്ച ഹിദായത്ത് ലഭിക്കണമെന്നും അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വീകരിക്കണമെന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ ആഗ്രഹിച്ച ഒരു വ്യക്തിത്വമായിരുന്നു അബൂ ത്വാലിബ്. മരണാസന്ന സമയത്തും യാ അമ്മീ ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രവാചകൻ പറഞ്ഞു. പക്ഷേ സ്വീകരിക്കാൻ തൗഫീഖ് കിട്ടിയില്ല. വഅലാ മില്ലത്തി അബ്ദുൽ മുത്തലിബിന്റെ മാർഗത്തിലാണ് ഞാനെന്ന് പറഞ്ഞാണ് മരണപ്പെട്ടു പോയത്. അവിടെ വിശുദ്ധമായ ആയത്ത് ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത വലാകിന്ന അല്ലാഹു യഹ്ദി മൻ യശാ. പ്രവാചകനെ താങ്കൾക്ക് ഉദ്ദേശിക്കുന്നവർ, ഇഷ്ടപ്പെടുന്നവർക്ക് ഹിദായത്ത് നൽകാൻ കഴിയില്ല, വഴി കാണിച്ചു കൊടുക്കാനേ പറ്റൂ. വലാകിന്ന അല്ലാഹു യഹ്ദി മൻ യശാ. അല്ലാഹു അവർ ഉദ്ദേശിക്കുന്നവർക്ക് ഹിദായത്ത് കൊടുക്കും. ആ ഹിദായത്ത് കിട്ടിയവർ എന്ന നിലയിൽ നമ്മൾ അഭിമാനിക്കണം. അത് സ്ഥിരപ്പെടാൻ, അത് മരണം വരെ നിലനിൽക്കാനുള്ള പ്രാർത്ഥനയാണ് യഥാർത്ഥത്തിൽ സൂറത്തുൽ ഫാത്തിഹയിൽ നമ്മൾ നടത്തുന്നത്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. അല്ലാഹുവേ, ഈ നേരായ ചൊവ്വായ വഴിയിൽ ഞങ്ങളെ മരിക്കുന്നത് വരെ നിലനിർത്തണേ എന്ന പ്രാർത്ഥനയാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്കറിയാം, ഈ ഹിദായത്ത് നഷ്ടപ്പെട്ടു പോവാതെ അതിനെ പൊന്നുപോലെ കാത്തു സൂക്ഷിക്കേണ്ടവരാണ് മുസ്ലിമീങ്ങളായ മുഅ്മിനീങ്ങളായ നമ്മൾ ഓരോരുത്തരും. എന്നാൽ മതപരമായ വിഷയങ്ങളിൽ, ഏത് വിഷയത്തിലാണെങ്കിലും മുസ്ലിമീങ്ങൾക്കിടയിൽ തർക്കമുണ്ടായാലും അത് പരിഹരിക്കാനുള്ള വഴി നമ്മുടെ മുന്നിലുണ്ട്. നമുക്കറിയാം, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഹീയിലൂടെയുള്ള പ്രവചനമാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യും, അഭിപ്രായ ഭിന്നതകളും ഒരു വിഷയത്തിലെ ഭിന്നാഭിപ്രായങ്ങൾ ഉടലെടുക്കുമെന്നത് അന്ത്യപ്രവാചകന്റെ വഹിയാണ്, വഹിയിലൂടെ കിട്ടിയതാണ്. പ്രവാചകൻ പറഞ്ഞു, വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദി, മുഹമ്മദിന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. ലതഫ്തരിദന്ന ഉമ്മത്തി അലാ 73 ഫിർഖ. അതെ, എന്റെ ഉമ്മത്ത് 73 കക്ഷികളായി പിരിയും. യഹൂദികൾ 71, ക്രൈസ്തവർ 72. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫവാഹിദത്തുൻ ഫിൽ ജന്ന, അതിൽ ഒരു വിഭാഗം സ്വർഗ്ഗത്തിലാണ്. വതിന്താനി വസബഊന ഫിന്നാർ, അതിൽ 72 നരകത്തിലാണ്. അപ്പോൾ ചോദിക്കപ്പെട്ടു, യാ റസൂലല്ലാഹ്, അവരാരാണ്? മൻഹും, അവരാരാണ് പ്രവാചകരെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അൽ ജമാഅ, അവരൊരു സംഘം ആളുകളാണ്. മാ അന അലൈഹി യൗമ വസഹാബി, ഞാനും എന്റെ സഹാബികളും ഇന്ന് ഏതൊരു മാർഗത്തിലാണ് ആ മാർഗത്തെ മുറുകെ പിടിച്ചത്.
എന്നൊക്കെയാണ് പ്രവാചകൻ പറഞ്ഞത്. ആ ശരിയായ കക്ഷിയെയാണ് നമ്മൾ അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്നത്. ഫിർഖത്തുൻ നാജിയ എന്ന് പറയുന്നത് വിജയിച്ച കക്ഷി, ത്വായിഫത്തുൻ മൻസൂറ എന്ന് പറയുന്നത് സഹായിക്കപ്പെട്ട കക്ഷി, ഗുറബ എന്ന് പറയുന്നത് അപരിചിതർ എന്ന് പറഞ്ഞ ആ വിഭാഗം. അതുകൊണ്ട് തന്നെ ഏത് വിഷയത്തിലാണെങ്കിലും നമുക്ക് എവിടേക്കാണ് പരിഹാരത്തിന്റെ വഴി നേടേണ്ടത്, ഒരു ഭിന്നാഭിപ്രായം കണ്ടാൽ എവിടേക്കാണ് നമ്മൾ മടങ്ങേണ്ടത്. പലപ്പോഴും മുസ്ലിം സമൂഹത്തിൽ ഏത് വിഷയത്തിലും തർക്കമുണ്ടായാലും അതിന്റെ പരിഹാരത്തിന്റെ വഴികൾ വിശുദ്ധ ഖുർആനിലേക്കും പ്രവാചകന്റെ സുന്നത്തിലേക്കും ഹദീസിലേക്കും മടങ്ങുക എന്നതാണ്. നമ്മുടെ കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ അഭിപ്രായ ഭിന്നതയുള്ള ഒരു വിഷയം ഇപ്പോൾ സോഷ്യൽ മീഡിയകളിലൊക്കെ ഒരു കൂടുതലായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. സ്ത്രീകൾ പള്ളിയിൽ പോകുന്നത് അത് ദീൻ അനുവദിച്ചതാണോ അതല്ലെങ്കിൽ അതിന് വിരോധങ്ങളുണ്ടോ എന്നതാണ് ഈ തർക്കത്തിന്റെ മർമ്മം എന്ന് പറയുന്നത്. ഏത് വിഷയത്തെയും നമ്മൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഏതെങ്കിലും വ്യക്തികളുടെ അഭിപ്രായങ്ങളെയാണോ, ഏതെങ്കിലും കൂട്ടായ്മകളുടെ തീരുമാനങ്ങളെയാണോ നമ്മൾ സ്വീകരിക്കുന്നത്? അല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വഹയിലൂടെ അവതരിപ്പിച്ച വിശുദ്ധ ഖുർആൻ എന്തു പറയുന്നു, അതേപോലെ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ എന്തു പറയുന്നു, അവിടെയാണ് നമ്മുടെ നിലപാടുകൾ ഉണ്ടാകേണ്ടത് എന്നുള്ളതാണ്. കാരണം വിശുദ്ധ ഖുർആൻ ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച ആയത്താണ് 4-ാമത്തെയും സൂറത്തുൻ നിസായിലെ 59-ാമത്തെ ആയത്ത്. മതപരമായ കാര്യത്തിൽ നിങ്ങൾക്ക് അഭിപ്രായ ഭിന്നതകളുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങോട്ട് പോകണം എന്നതിന് ഉത്തരവ് ഈ ആയത്തിലുണ്ട്. എന്താണ് ഖുർആൻ വിളിക്കുന്നത്? ആരെയാണ്? മുഅ്മിനീങ്ങളെയാണ് വിളിക്കുന്നത്, വിശ്വാസികളെയാണ് വിളിക്കുന്നത്. എന്താ? യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ, അത്തീഉല്ലാഹ വ അത്തീഉർ റസൂൽ, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കണം, അല്ലാഹുവിന്റെ പ്രവാചകനെ അനുസരിക്കണം. വ ഉലിൽ അംരി മിൻകും, നിങ്ങളിൽ നിന്നുള്ള കൈകാര്യകർത്താക്കളെ നിങ്ങൾ അനുസരിക്കണം. എന്നിട്ട് ഖുർആൻ പറയുന്നു ഫൈൻ തനാസഅതും ഫീ ശൈഇൻ, വല്ല കാര്യത്തിലും നിങ്ങൾ അഭിപ്രായ ഭിന്നതയിലാവുകയാണെങ്കിൽ ഫറുദൂഹു ഇലല്ലാഹി വർ റസൂൽ, നിങ്ങൾ അതിനെ അല്ലാഹുവിലേക്കും റസൂലിലേക്കും മടക്കണം. ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, നിങ്ങൾ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ ദാലിക ഖൈറുൻ, അതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. വഅഹ്സനു തഅ്വീല, അതാണ് ഏറ്റവും നല്ല പര്യവസാനം. എന്തുണ്ടായാൽ അഭിപ്രായ ഭിന്നതകൾ, രണ്ട് അഭിപ്രായങ്ങൾ ഉണ്ടാവുകയാണ്. അപ്പോൾ എവിടേക്ക് മടങ്ങണം? അല്ലാഹുവിലേക്ക് മടക്കണം, അതേപോലെ പ്രവാചകനിലേക്ക് മടക്കണം എന്നാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇവിടെ സ്ത്രീകൾ ജുമുഅ ജമാഅത്തുകൾക്ക് പങ്കെടുക്കുന്നത് പലപ്പോഴും നമ്മുടെ നാട്ടിൽ ഹറാമാണെന്ന് പറയുന്ന ആളുകൾ, അതേപോലെ തന്നെ ഒരു വിഭാഗം പറയുന്നു അനുവദനീയമാണ്. ഇവിടെ നമ്മൾ വിശുദ്ധ ഖുർആനിലേക്ക് പോകുമ്പോൾ ഈ വിഷയത്തിൽ ഖുർആൻ എന്ത് പറയും, അതാണ് നമ്മുടെ വിഷയം. ഈ വിഷയത്തിൽ ഖുർആൻ ഗണ്യതമായി അവിടെ ചില പരാമർശങ്ങൾ വന്നിട്ടില്ലെങ്കിലും പ്രവാചകന് മുമ്പ് കഴിഞ്ഞുപോയ മുൻ സമുദായങ്ങളിൽ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിനായി സ്ത്രീകൾ പള്ളികൾ വന്നിരുന്നതിന് വിശുദ്ധ ഖുർആനിലെ സൂചനകൾ നമുക്ക് കാണാം. ഒന്ന് സൂറത്ത് ആല ഇംറാനിലെ 43 മഹദി മറിയം ബീവിയുമായി ബന്ധപ്പെട്ട് പറയുന്നിടത്ത് ഖുർആൻ മറിയം ബീവിയോട് അല്ലാഹു പറയാണ്, യാ മറിയം ഖുനുതി ലിറബ്ബികി വസ്ജുദി വർകഈ മഅറാകിഈൻ, നീ നിന്റെ റബ്ബിനെ ഭയഭക്തി കാണിക്കുകയും സുജൂദ് ചെയ്യുകയും, എന്നിട്ട് ഖുർആൻ നടത്തിയ പ്രയോഗം എന്താണ്? വർകഈ, നീ റുകൂഅ് ചെയ്യുകയും ചെയ്യണം. മഅറാകിഈൻ, ഒറ്റക്കല്ല, റുകൂഅ് ചെയ്യുന്നവരോടൊപ്പം റുകൂഅ് ചെയ്യണം. അപ്പോൾ അതെവിടെയാണ്? പള്ളിയിൽ സംഘമായുള്ള നമസ്കാരങ്ങളിൽ പങ്കുചേരണം എന്നാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മറിയം ബീവിയോട് നിർദ്ദേശിക്കുന്നത്. ഇവിടെ ഈ ആയത്തിന് സൂറത്ത് ആല ഇംറാനിലെ 43-ാമത്തെ ഈ ആയത്തിനെ നമുക്കറിയാം. ഇബ്നു കസീർ റഹിമഹുല്ലാഹയെ പോലെയുള്ള മുഫസ്സിറുകൾ ഈ ആയത്തിന് കൊടുത്ത വിശദീകരണം എന്താണ്? ഐ കൂനി മിൻഹും, അതായത് മറിയം നീ അവരിൽ ഉൾപ്പെട്ടവളായി നിർവഹിക്കണം. പള്ളിയിൽ നടക്കുന്ന ആരാധനകളിൽ റുകൂഉം സുജൂദും ചെയ്യുന്ന ആ സംഘത്തോടൊപ്പമാണ് നിന്റെ ഈ നമസ്കാരം നിർവഹിക്കേണ്ടത്. അതേപോലെ തഫ്സീറുൽ ബൈദാവിയിൽ കൊടുത്തത് ഉമിറത്ത് ബിസ്സലാത്തി ഫിൽ ജമാഅ, അവർ ജമാഅത്തായി നമസ്കരിക്കാനാണ് കൽപ്പിക്കപ്പെട്ടത്. ഇപ്പോൾ മറിയം ബീവി പള്ളിയിൽ വെച്ച് ഇബാദത്തുകൾ നിർവഹിച്ചു എന്ന് വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ നമ്മൾ പഠിപ്പിക്കണം. അപ്പോൾ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ആ വിഷയം നമ്മുടെ വ്യക്തിപരമായ നിലപാടല്ല, നമ്മൾ വ്യക്തിപരമായ നിലപാട് സ്വീകരിക്കുന്നത് ഖുർആനിൽ ആ വിഷയത്തിൽ എന്ത് പറഞ്ഞു, അതാണ് നമ്മുടെ നിലപാട്. ഇനി ഹദീസുകൾ എന്ത് പറയുന്നു? നമ്മുടെ ഹദീസുകൾ പരിശോധിച്ചാൽ നൂറുകണക്കിന് ഹദീസുകളിൽ നമുക്ക് സ്ത്രീകൾ പള്ളിയിൽ പോയതുമായി ബന്ധപ്പെട്ട നിരവധി ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഹദീസുകൾ പരിശോധിച്ചാൽ 5 നേരത്തെ ഫർദ് നമസ്കാരങ്ങൾക്ക് പോയി
അതേപോലെ ജുമാഅകൾക്ക് പങ്കെടുത്തു, അതേപോലെ തന്നെ സുന്നത്തായ നമസ്കാരങ്ങൾക്ക് ഇതൊക്കെ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വ്യക്തമായ പരാമർശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നു. ഇമാം ബുഖാരിയുടെ സ്വഹീഹിൽ ഉദ്ധരിക്കപ്പെട്ട ഹദീസ് എന്താണ്? അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദസ്തഅദനകും നിസാഉകും, നിങ്ങളുടെ സ്ത്രീകൾ ഭാര്യമാർ നിങ്ങളോട് അനുവാദം ചോദിച്ചാൽ, മസ്ജിദി പള്ളിയിലേക്ക് പോകാൻ അനുവാദം ചോദിച്ചാൽ, ഫഅദനൂ ലഹുന്ന, നിങ്ങൾ അവർക്ക് അനുവാദം നൽകണം. ഹദീസ് സ്വഹീഹായ ഹദീസാണ്. മറ്റൊരു ഹദീസ് എന്താണ്? ഇബ്നു ഉമർ തന്നെ പറയാണ്, ഇദസ്തഅദനകും നിസാഉകും മിനൽ മസാജിദ് ഫഅദനൂ ലഹുന്ന, സ്ത്രീകൾ പള്ളിയിൽ പോകാൻ അനുവാദം ചോദിച്ചാൽ നിങ്ങൾ അനുവാദം നൽകണം. ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഇതേ ആശയമാണ്. ഇനി എത്രത്തോളം എന്ന് വെച്ചാൽ അവർക്ക് രാത്രിയിലാണ് അവർ അനുവാദം ചോദിക്കുന്നത്. രാത്രി പള്ളിയിൽ പോകാനാണ്. അത് പ്രത്യേക ഹദീസുകളിൽ വന്നു. ഇമാം ബുഖാരിയുടെ മറ്റൊരു ഹദീസിൽ വന്നത് ഇബ്നു ഉമർ ഉദ്ധരിക്കുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാൻ രാത്രിയിൽ പോലും നിങ്ങൾ അനുമതി നൽകുകയും. എങ്ങനെ? അത് ഒരു സ്ത്രീ ഇസ്ലാമിക മര്യാദകൾ പാലിച്ച് ജുമുഅക്കോ ജമാഅത്തുകൾക്കോ അനുവാദം ചോദിച്ചാൽ അവളെ തടയാൻ പാടില്ല എന്നാണ് ഹദീസുകൾ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നത്. മറ്റൊരു ഹദീസ് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു പറയാണ്, സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്, ലാ തംനഉ നിസാഅകുൽ മസാജിദ്, നിങ്ങളുടെ സ്ത്രീകളെ ഭാര്യമാരെ നിങ്ങൾ പള്ളിയിൽ നിന്ന് തടയരുത്. നിങ്ങൾ പള്ളിയിൽ പോവാൻ അനുവാദം ചോദിച്ചാൽ നിങ്ങൾ അവരെ ഒരിക്കലും തടയരുത്. തടയരുത് എന്നാണ് ഖുർആൻ പറയുന്നത്. അവരെ അനുവാദം നൽകണമെന്നാണ് ഖുർആൻ പറയുന്നത്. ഈ ഹദീസിനെ ഇപ്പോ ഈ ഉദ്ധരിച്ച ഹദീസ്, ഈ ഹദീസിനെ ഇമാം നബവി റഹിമഹുല്ലാഹ് നൽകിയ ഈ ഹദീസ് എവിടെയാണ് കൊണ്ടുവന്നത്? ഇമാം നബവി ആ ചാപ്റ്ററിന്റെ അധ്യായത്തിന്റെ ഹെഡിങ് എന്താണ്? ഖുറൂജുൻ നിസാഇ ഇലൽ മസാജിദ് എന്നാണ്. സ്ത്രീകൾ പള്ളിയിലേക്ക് പുറപ്പെടൽ. ഇതാണ് ആ അധ്യായത്തിലെ. ആ അധ്യായത്തിലാണ് ഈ ഹദീസ് കൊണ്ടുവന്നത്. എന്ന് പറഞ്ഞാൽ നിബന്ധനകൾ പാലിച്ച് സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാം എന്ന് കൃത്യമായി ഹദീസിന്റെ വിശദീകരണ ഗ്രന്ഥങ്ങളിൽ നമ്മൾ വായിക്കുകയാണ്. ഇനി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മകൻ ബിലാൽ തമ്മിലുള്ള ഒരു സംസാരം നമുക്ക് ഗ്രന്ഥങ്ങളിൽ കാണാം. എന്താണ്? അൻ ബിലാൽ ഇബ്നു അബ്ദുല്ലാഹ് ഇബ്നു ഉമർ, ഇബ്നു ഉമറിന്റെ മകനാണ് ബിലാൽ. അവര് തമ്മിൽ അബീഹി ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, റസൂൽ എന്ന് പറഞ്ഞിട്ടുണ്ട്, ലാ തംനഉ നിസാ ഹുദൂദഹുന്ന മിനൽ മസാജിദി ഇദസ്തഅദനൂകും, അതേ സ്ത്രീകൾ അവർ പള്ളിയിലേക്ക് പോകാനുള്ള അവരുടെ അവകാശം അവർ ചോദിച്ചാൽ അവരെ നിങ്ങൾ തടയരുത്. ഇതാണ് ഇബ്നു ഉമർ. അപ്പൊ മകൻ പറയാണ്, ഇബ്നു ഉമർ റളിയല്ലാഹു മകൻ പറയാണ്, വല്ലാഹി ലഅംനഉഹുന്ന, ഞാൻ എന്ത് ചെയ്യും? അവരെ തടയും. അപ്പൊ ഇബ്നു ഉമർ തിരിച്ചു ചോദിക്കാണ്, ഫഖാല ലഹു അബ്ദുല്ലാഹ്, ഇബ്നു ഉമർ തിരിച്ചു ചോദിക്കാണ്, അഖൂലു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ഒരു വിഷയത്തിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു എന്ന് പറയുക, വതഖൂലു അൻത ലനംനഉഹുന്ന, എന്നിട്ട് നീ പറയുകയാണോ നീ അവരെ തടയുമെന്ന് പറയുകയാണോ? വളരെ ഗൗരവത്തോടെ തിരുത്തണം അവരെ. ഞാൻ അല്ലാഹുവിന്റെ റസൂൽ അവരെ തടയരുതെന്ന് പറഞ്ഞപ്പോൾ തടയുമെന്ന് നീ പറയുകയാണോ? അപ്പൊ ഈ ഹദീസുകളെല്ലാം പഠിപ്പിക്കുന്നത് സ്ത്രീകൾക്ക് പള്ളിയിലേക്ക് പോകാം, നിർബന്ധമല്ല, പള്ളിയിലേക്ക് പോകാം, അവർക്ക് അനുവദനീയമാണ്. അവർക്ക് ജുമാഅകൾക്ക് പങ്കെടുക്കാം, അതേപോലെ ജമാഅത്തുകൾക്ക് പങ്കെടുക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സഹാബ വനിതകൾ പള്ളിയിൽ നമസ്കാരത്തിൽ പങ്കെടുത്തിരുന്നു. നബിയുടെ കൂടെ നബി നമസ്കരിച്ച ഇമാമായി നമസ്കരിച്ച ജമാഅത്തിൽ പിന്നിൽ സ്ത്രീകൾ ഉണ്ടായിരുന്നു. എവിടുന്നാണ് നമുക്കത് മനസ്സിലായത്? ഹദീസിലാണ്. ഏതാണ് ഹദീസ് ഗ്രന്ഥം? ഇമാം ബുഖാരിയുടെ സ്വഹീഹാണ്. അവിടെ എന്താണ് ഹദീസ്? അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു എന്ന നിവേദനം, അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി ലഅദ്ഖുലു ഫിസ്സലാത്തി ഫഉരീദു ഇത്വാലതഹാ, ഞാൻ നമസ്കാരത്തിൽ പ്രവേശിച്ചത് നമസ്കാരം കുറച്ച് ദീർഘിപ്പിച്ച് വളരെ ലോങ് ആയിട്ട് നമസ്കരിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചുകൊണ്ടായിരുന്നു ഞാൻ നമസ്കാരത്തിൽ കൈകെട്ടിയത്. പക്ഷേ അപ്പോൾ ഞാൻ ചില കുട്ടികളുടെ കരച്ചിലുകൾ പിന്നിൽ നിന്ന് കേട്ടു. കരച്ചിൽ കേട്ട റസൂൽ പറയാണ്, അതിനെപ്പറ്റി പ്രവാചകൻ പറഞ്ഞു, അപ്പോൾ കുട്ടികളുടെ കരച്ചിൽ കാരണം അവരുടെ ഉമ്മമാർക്കുണ്ടാകുന്ന പ്രയാസം മനസ്സിലാക്കിയതിനാൽ ഞാൻ നമസ്കാരത്തെ ചുരുക്കി. ചുരുക്കിലാണ്
എങ്ങനെയായിരുന്നു വിചാരിച്ചത്? കുറച്ച് ലോങ്ങായിട്ട് നിസ്കരിക്കാന്ന് വിചാരിച്ചത്. പക്ഷെ ബാക്കിൽ സ്ത്രീകളുണ്ടായിരുന്നത് കുട്ടികളുണ്ടായിരിക്കും. ആ കുട്ടികൾക്ക് ഉമ്മമാർക്ക് പ്രയാസം ഉണ്ടാക്കുമോ പ്രവാചകൻ അങ്ങനെ ചുരുക്കി നിർവഹിച്ചു. അപ്പോൾ എന്ത് മനസ്സിലായി? പിന്നിൽ സ്ത്രീകളുണ്ടായിരുന്നു. ഇമാം ബുഖാരിയുടെ ഹദീസാണ്. ഇനി മറ്റൊരു ഹദീസ് ഇമാം ബുഖാരിയുടെ മറ്റൊരു ഹദീസ് അൻ ഉമ്മു സലമ അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ സല്ലമ യഖഫു ഫീ മകാനിഹി യസീറൻ സലാം ചൊല്ലിയാൽ തന്റെ സ്ഥാനത്ത് നമസ്കരിച്ചിട്ട് സലാം ചൊല്ലിയാൽ തന്റെ സ്ഥാനത്ത് തന്നെ അല്പസമയം ഇരിക്കാറുണ്ട് റസൂലുള്ളാഹി. ഖാല ഇബ്നു ശിഹാബ് ഫനൂറാഹി അലം ലികൈ യൻഫുദു മൻ യൻസരിഫു മിനൻ നിസാ. എന്തിനാണത്? സ്ത്രീകൾ എഴുന്നേറ്റ് പോകാൻ വേണ്ടിയായിരുന്നു അതെന്ന് ഞങ്ങൾ കണ്ടിരുന്നു, ദർശിച്ചിരുന്നു. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയാണ്, സൗജിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ ഭാര്യ വകാനത്ത് മിൻ സവാഹിബാതിഹാ ഖാലത്ത് കാന യുസല്ലിമു ഫയൻസരിഫു നിസാ ഫയുദ്ഖിൽന ബുയൂതഹുന്ന മിൻ ഖബ്ലി അൻ യൻസരിഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സലാം കിട്ടിയാൽ സ്ത്രീകൾ പിരിഞ്ഞുപോയി അവരുടെ വീടുകളിൽ പ്രവേശിക്കും. നബി വിരമിക്കുന്നതിന് മുമ്പായി അവർ വീടുകളിലേക്ക് എത്തും. ഇതൊക്കെ സ്വഹിയായ ഹദീസുകളാണ്. എത്രയെത്ര ഹദീസുകളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മായി ബന്ധപ്പെട്ട് നമ്മൾ ഉദ്ധരിക്കപ്പെടുന്നത്. അതേപോലെ തന്നെ സുബ്ഹിന്റെയും ഇശാഇന്റെയും ജമാഅത്തിൽ വരെ നബിയുടെ കൂടെ സ്വഹാബാവിനെ നമസ്കരിച്ചിരുന്നു. എവിടെയാണ്? ഇമാം ബുഖാരിയുടെ സ്വഹീഹ് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, കുന്ന നിസാഉൽ മുഅ്മിനാതി യശ്ഹദന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്തുൽ ഫജ്രി മുതലഫിആത്തിൻ ബിമുറൂദിഹിന്ന. ആരാ പറയുന്നത്? പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, അവർ സഹാബാവനിതകൾ സത്യവിശ്വാസിനികളായ മുഅ്മിനാത്തുകളായ പെണ്ണുങ്ങൾ നബിയുടെ കൂടെ അവരുടെ പട്ടുപുതപ്പ് മൂടി പുതച്ചുകൊണ്ട് സുബഹി നമസ്കാരത്തിൽ പങ്കെടുക്കാറുണ്ടായിരുന്നു. സുബഹി ജമാഅത്തിനാണ് വരുന്നത്. എന്നിട്ടോ നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ അവർ നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ അവർ വീടുകളിലേക്ക് പിരിഞ്ഞു പോകും. ഇരുട്ടു കാരണം അവരെ ആരും തിരിച്ചറിയുകയില്ല. ഇരുട്ടിലിങ്ങനെ അവർ പോകും. അപ്പൊ സുബഹിക്ക് വന്നിരുന്നു. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു ഹജർ ആരാണ്? ഇമാം ബുഖാരിയുടെ സ്വഹീഹുൽ ബുഖാരിക്ക് വിശദീകരണം എഴുതിയ പണ്ഡിതനാണ്. അദ്ദേഹം പറയുന്നതാണ്, وفي الحديث استحباب المبادرة بصلاة الصبح في أول وقت. ഈ ഹദീസ് അറിയിക്കുന്ന പല കാര്യങ്ങളുണ്ട്. അതിൽ സുബഹി നിസ്കാരം അതിന്റെ ആദ്യ സമയത്ത് നിർവഹിക്കൽ അത് ശ്രദ്ധിക്കണം. وجواز خروج النساء إلى المساجد لشهود الصلاة في الليل. രാത്രി നമസ്കാരങ്ങൾക്ക് വേണ്ടി സ്ത്രീകൾ പള്ളിയിലേക്ക് പുറപ്പെടാമെന്നും ഇതിൽ നിന്ന് ഈ ഹദീസിൽ നിന്ന് കിട്ടും. അപ്രകാരം പകലിനേക്കാൾ രാത്രിയാണ് കൂടുതൽ സംശയത്തിന് സാധ്യതയുള്ളത് എന്നിരിക്കെ പകലിലും നമസ്കാരങ്ങൾക്കായി പള്ളിയിൽ പോകാമെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. എത്രയും കാര്യം. ഇനി നമ്മൾ സുന്നത്ത് നമസ്കാരത്തിലേക്ക് ഇതെല്ലാം സുബഹി ഫർദായ ജമാഅത്ത് നമസ്കാരങ്ങൾ. ഇനി സുബഹി നമസ്കാരത്തിന് വന്ന ഹദീസ് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വളരെ കൃത്യമായി ഇമാം ബുഖാരി മുസ്ലിം ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഒരിക്കൽ റസൂൽ പള്ളിയിലേക്ക് കയറിയാണ്. അനസ് ഇബ്നു മാലിക് പറയാണ്, ഖാല ദഖല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകൻ ഒരിക്കൽ പ്രവേശിച്ചു. ഫൈദാ ഹബലുൽ മംദൂദ് വബൈന സാരിയതൈൻ. രണ്ട് തൂണുകൾക്കിടയിൽ ഒരു കയർ ഇങ്ങനെ ബന്ധിക്കപ്പെട്ടത് റസൂൽ കണ്ടു. ഒരു കയർ ഇങ്ങനെ കെട്ടിയിരുന്നു പള്ളിയിൽ. അപ്പോൾ നബി ചോദിച്ചു, മാ ഹാദൽ ഹബൽ. എന്താണ് ഈ കയർ? പള്ളിയിനുള്ളിൽ ഇങ്ങനെ ഒരു കയർ കെട്ടിയിരിക്കുന്നത്. ഖാലു അവർ പറഞ്ഞു, ഹദാ ഹബലുൽ ലിസൈനബ്. ഇത് സൈനബ് റളിയല്ലാഹു അൻഹയുടെ കയറാണ്. എന്താണ് കയറിന്റെ പ്രത്യേകത? ഫൈദാ ഫതർത് തഅല്ലഖത്. അവർക്ക് ക്ഷീണം വരുമ്പോൾ, രാത്രി നിസ്കാരത്തിലൊക്കെ ക്ഷീണം വരുമ്പോൾ, സുന്നത്ത് നിസ്കാരത്തിലൊക്കെ ക്ഷീണം വരുമ്പോൾ അതിനെ പിടിച്ചു നിൽക്കാനാണ് അവർക്ക് ഒരു കയർ കെട്ടിയത്. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഹുല്ലു. അങ്ങനെ വേണ്ടതില്ല, നിങ്ങൾ അതിനെ അടിച്ചു മാറ്റുക. ലിയുസല്ലി അഹദുകും നശാതഹു. ഒരാൾ നിസ്കരിക്കേണ്ടത് ഉന്മേഷത്തോടെയാണ്. ഫൈദാ ഫതറ. ക്ഷീണിച്ചാൽ ഫല്യഖുൽ. അവർ ഇരുന്ന് നമസ്കരിച്ചു കൊള്ളട്ടെ. അപ്പോൾ ഇന്നെന്ത് മനസ്സിലായി? സുന്നത്ത് നമസ്കാരത്തിന് വേണ്ടി അവിടെ ഒരു പ്രത്യേക കയർ സൈനബ് റളിയല്ലാഹു അൻഹ. അപ്പോൾ പള്ളിയിൽ സ്ത്രീകളുണ്ടായി. ഈ ഹദീസിനെ വിശദീകരിച്ച് ഇമാം നബവി റഹിമഹുല്ലാഹ് പറയാണ്, വഫീഹി ജവാസു തനഫുലി ഫിൽ മസ്ജിദി ഫഇന്നഹാ കാനത് തുസല്ലി അന്നാഫിലത ഫീഹി ഫലം യുൻകിർ അലൈഹാ. ഈ ഹദീസിൽ സ്ത്രീകൾ സുന്നത്ത് നമസ്കാരങ്ങൾ പള്ളിയിൽ വെച്ച് നമസ്കരിക്കൽ അനുവദനീയമാണെന്നുണ്ട്. കാരണം നബിയുടെ ഭാര്യയായ സൈനബ് സുന്നത്ത് നമസ്കരിച്ചിരുന്നത് പള്ളിയിൽ വെച്ചായിരുന്നു. നബി അവരെ തടഞ്ഞിട്ടില്ല. നബി തടഞ്ഞിട്ടില്ല സുന്നത്ത് നമസ്കാരം. ആ കയറിന്റെ കാര്യത്തിൽ എനിക്ക് എന്ത് ഒരു വാചകം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സ്ത്രീകൾ ഇനി എഴുത്തിക്കാതിരുന്നിരുന്നു. ഹദീസ് സ്വഹിയായിരിക്കാണ്. സ്വഹിയായി പള്ളികളിൽ മാത്രം നടക്കേണ്ട വിവാദത്താണ്. വീട്ടിൽ ഇത്തിക്കാഫില്ലല്ലോ.
പള്ളിയിലാണ് ഇത്തിക്കാഫ്. ദിക്റുകളിൽ, ഖുർആൻ പാരായണങ്ങളിൽ, സുന്നത്ത് നിസ്കാരങ്ങളിലൊക്കെ ഒരാൾ ചടഞ്ഞു കൂടിയിരിക്കുന്നതിനാണ്. മറ്റ് ദുനിയാവിലെ ശുഗലുകളിൽ നിന്നെല്ലാം വിട്ടിട്ട് പള്ളിയിലേക്ക് കയറിയിരിക്കുന്നതാണ് ഇത്തിക്കാഫ്. എന്താണ് ഹദീസ്? നബിയുടെ വഫാത്തിന് ശേഷവും ഉണ്ടായിരുന്നു. അപ്പൊ ചിലര് പറയുന്നത് ഹിജാബിന്റെ ആയത്തിന്റെ മുമ്പാണ് ഇതൊക്കെ. റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം അതാണ് ഹദീസ്. എന്താ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, സൗജി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഅതകിഫു അശ്റൽ അവാഖിറ മിൻ റമദാൻ ഹത്താ തവഫാഹുല്ലാഹ്. പ്രവാചകൻ വഫാത്താകുന്നത് വരെ റമദാനിലെ അവസാനത്തെ 10 ഇഅ്തികാഫ് ഇരിക്കാറുണ്ടായിരുന്നു. അടുത്ത വാചകമാണ് ശ്രദ്ധിക്കേണ്ടത്. അടുത്ത വാചകം എന്താ? സുമ്മ ഇഅ്തകഫ അസ്വാജുഹു മിൻ ബഅദിഹി. അവിടുത്തെ മരണത്തിന് ശേഷം, വഫാത്തിന് ശേഷം അവിടുത്തെ ഭാര്യമാരും ഇഅ്തികാഫിലിരുന്നു. ഹദീസാണ് സ്വഹീഹാണ്. അവിടുത്തെ വഫാത്തിന് ശേഷം അവിടുത്തെ ഭാര്യമാർ പള്ളിയിൽ ഇഅ്തികാഫിലുണ്ട്. അപ്പൊ ജമാഅത്തിൽ പങ്കെടുക്കുന്ന സ്ത്രീകളുടെ സ്വഫിന്റെ കാര്യം വരെ റസൂൽ പറഞ്ഞു. സ്വഫിന്റെ ക്രമീകരണം പറഞ്ഞപ്പോൾ റസൂൽ പറഞ്ഞത് ഖൈറു സുഫൂഫി റിജാലി അബ്ബലുഹാ. പുരുഷന്മാരുടെ സ്വഫ് ആദ്യത്തെ സ്വഫാണ്, അതിന്റെ ശർത്ത് അവസാനത്തേതാണ്. എന്നിട്ട് റസൂലിന്റെ പെണ്ണുങ്ങളുടെ സ്വഫിനെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, അവരിൽ പിന്നെ മോശമായിട്ടുള്ളത് അവസാനത്തേതാണ്. സ്ത്രീകളുടെ സ്വഫിൽ ഉത്തമം അവസാനത്തേതും മോശമാകത്തേതുമാണ് എന്ന റസൂലുള്ളാഹിന്റെ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തത്. അവിടെയും സ്വഫുകളിൽ സ്ത്രീകൾ ഉണ്ടായിരുന്നു. പ്രവാചകന്റെ പിന്നിലാണ്. ഇന്നത്തെ പോലെ പിന്നെ ഫ്ലോറുകളല്ല. ആ രൂപത്തിൽ പ്രവാചകൻ പിന്നിലായി അവരുണ്ടായിരുന്നു. ബാക്കിൽ കുട്ടികൾ, അതിന്റെ അപ്പുറത്ത് ചെറിയ പെൺകുട്ടികൾ, അതിന്റെ പിന്നിൽ സഹാബ വനിതകൾ നമസ്കാരം. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇസ്ലാമിക പ്രമാണങ്ങൾ, ഖുർആനും സ്വഹീഹായ ഹദീസുകളൊക്കെ നമുക്ക് ഈ വിഷയത്തിൽ ഇജ്മാഅ് പണ്ഡിതന്മാരൊക്കെ നമുക്ക് സ്ത്രീകൾ പള്ളിയിൽ പോയ ഒട്ടേറെ സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ചുരുക്കത്തിൽ ഈ ഉദ്ധരിക്കപ്പെട്ട ചില ഹദീസുകൾ മാത്രമാണ് ഇവിടെ ഉദ്ധരിച്ചത്. ഇവിടെ നമുക്ക് മനസ്സിലാകുന്നതാണ് ഇസ്ലാമിക പ്രമാണങ്ങൾ പഠിപ്പിക്കുന്ന സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാം, അവർക്ക് ജുമുഅകളിൽ പങ്കെടുക്കാം, അവർക്ക് ജമാഅത്ത് നമസ്കാരങ്ങളിൽ പങ്കെടുക്കാം, അവർക്ക് സുന്നത്ത് നമസ്കാരങ്ങളിൽ അവർക്ക് പങ്കെടുക്കാം, അവർക്ക് അങ്ങനത്തെ വൈജ്ഞാനികമായ സദസ്സുകളിൽ അവർക്ക് എത്താം. അതിനെല്ലാം അവർക്ക് പ്രതിഫലം ലഭിക്കും എന്ന് തന്നെയാണ്. എന്നാൽ ഫിത്നയുണ്ടാകുമെന്ന ഭയമുണ്ടെങ്കിൽ അവൾ പള്ളിയിൽ പോകേണ്ടതില്ലെന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചു. അല്ലെ, പള്ളിയിൽ മാത്രം ഫിത്നയും ബാക്കിയൊരു സ്ഥലത്തും ഫിത്നയില്ല എന്നതെങ്ങനെയാണ്? അതൊരു വൈരുദ്ധ്യമാണ്. ഉറൂസുകൾക്ക് പങ്കെടുക്കുന്നു, അതേപോലെ തന്നെ ഷോപ്പിംഗ് മാളുകളിൽ കണ്ടമാനം സ്ത്രീകളുണ്ട്, അതേപോലെ തന്നെയുള്ള ആഘോഷങ്ങളിലും ഒക്കെ അവിടെ കല്യാണങ്ങളിലൊക്കെ ഉണ്ട്. പക്ഷെ പള്ളിയിൽ വരുമ്പോൾ മാത്രം ഫിത്ന. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഏറ്റവും സേഫായ സുരക്ഷിതമാകുന്നത് പള്ളിയിലാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾ പലയിടത്തും ഇറങ്ങി നടക്കുകയും അതിന്റെ ഗൗരവം മുസ്ലിം സ്ത്രീകളെ പഠിപ്പിക്കേണ്ടതാണ്. എന്നാൽ ഇസ്ലാമിക പ്രമാണങ്ങൾ അംഗീകരിക്കപ്പെട്ടതും പഠിപ്പിച്ചതും അത് വിലക്കുകയും മറ്റുള്ള ഇടത്ത് കണ്ടമാനം ആഭാസങ്ങളും കാര്യങ്ങളും നടക്കുന്നത് ആരും എതിർക്കുകയും ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് സമൂഹത്തെ പഠിപ്പിക്കേണ്ടതാണ്. ഇനി ഹിജാബിന്റെ ആയത്ത് അവതരിച്ചത് ഹിജറ 3-നാണെന്നും 5-നാണെന്നും പണ്ഡിതന്മാർക്ക് അഭിപ്രായങ്ങളുണ്ട്. ഹിജാബിന്റെ ആയത്തിന് ശേഷവും നബിയുടെ ഭാര്യമാരും സഹാബ വനിതകളും ജുമുഅ ജമാഅത്തുകൾക്ക് പള്ളിയിൽ പോയിട്ടുണ്ട്. ഹിജാബിന്റെ ആയത്ത് ഇറങ്ങിയ ശേഷവും അവരാരും പോയിട്ടില്ലെന്ന പ്രചാരണത്തിന് പ്രസക്തിയില്ല. ഇവിടെ ഫത്ഹുൽ ബാരിയിൽ പിന്നെ ഉദ്ധരിക്കപ്പെടുന്ന ഇബ്നു ഹജറിന്റെ ഒരു വാചകമാണ്, അന്നഹുന്ന കുന്ന യഹ്ജുജ്ന വയതുഫ്ന വയഖ്റുജ്ന ഇലൽ മസാജിദി ഫി അഹദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. തീർച്ചയായും അവർ നബിയുടെ ഭാര്യമാർ, പത്നിമാർ ഹജ്ജ് ചെയ്തിരുന്നു, തവാഫ് ചെയ്തിരുന്നു, അവർ പള്ളിയിലേക്ക് പുറപ്പെട്ടു പോയിരുന്നു. നബിയുടെ ഫി അഹദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ കാലഘട്ടത്തിൽ തീർന്നില്ല, വബഅദഹു, അവിടുത്തെ കാലത്തിനു ശേഷവും അവർ പള്ളിയിലെത്തിയിരുന്നു. പലരും ഉംറയ്ക്ക് പോകുന്നു, ഹജ്ജിന് പോകുന്നു, അവിടെ മുറികളിൽ കുത്തിരിക്കുകയാണ്. അവർ പള്ളികളിലേക്ക് പലരും അവരെ തടയുകയാണ്. അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ പലതിനും മാറ്റങ്ങൾ അനിവാര്യമാണ്. അത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. മയ്യത്ത് നമസ്കാരങ്ങൾക്ക് പലപ്പോഴും നമ്മുടെ വീടുകളിൽ ഉപ്പയുടെ മയ്യത്തുകൾ വീട്ടിന്റെ മുമ്പിൽ നിന്ന് കൊണ്ടുപോകുന്നു. അവിടെ സ്വന്തം സഹോദരികളും മക്കളും അവർക്ക് അതിനുള്ള അവസരങ്ങളില്ല. പലരും അവർ നിഷേധിക്കുന്നു. ഒരു അല്ലാഹു അക്ബർ ചൊല്ലാനുള്ള അവസരത്തെ നിഷേധിക്കുന്നു. മാറ്റം വരണം, സമൂഹത്തെ പഠിപ്പിക്കണം. ആ നിലയ്ക്ക് വീടുകളിൽ ജമാഅത്തിൽ സ്ത്രീകൾ ഇമാം വഹിക്കട്ടെ, മയ്യത്ത് നമസ്കാരങ്ങൾ നടക്കട്ടെ. ഈ നിലയ്ക്ക് സമൂഹത്തെ നമുക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഇമാം രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന ഇമാം നവവിയുടെ സുപ്രധാനമായ ഗ്രന്ഥമാണ് ശറഹ് മുഹദ്ദബിൽ. ഇമാം നവവി പറയുന്നത് വഖദ് നഖല ഇബ്നുൽ മുൻദിർ വഗൈറുഹു അൽ ഇജ്മാഅ വല അന്നഹാ ലൗ ഹദറത് വസല്ലത്തിൽ ജുമുഅത
جاز وقد ثبتت الاحاديث الصحيحه المستفيضه ان النساء كن يصلين خلف الرجال ولأن اختلاط النساء بالرجال اذا لم يكن خلوة ليس بحرام. തീർച്ചയായും സ്ത്രീകൾ ജുമാക്ക് പങ്കെടുക്കുകയും അവളത് നമസ്കരിക്കുകയും ചെയ്താൽ അനുവദനീയമാകുമെന്നതിന് ഇജ്മാഉണ്ടെന്ന് ഇബ്നു മുൻദിറും മറ്റും ഉദ്ധരിച്ചു. കാരണം നബിയുടെ പള്ളിയിൽ നബിയുടെയും പിന്നെ പുരുഷന്മാരുടെയും പിന്നിൽ നിന്നുകൊണ്ട് സ്ത്രീകൾ നമസ്കരിച്ചിരുന്നു എന്നത് സ്വഹീഹായ ധാരാളം ഹദീസുകൾ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. മാത്രമല്ല സ്ത്രീകൾ ആ നിലക്ക് പിന്നെ കാര്യങ്ങൾ ചെയ്തിരുന്നു എന്ന് ഇമാം നബവി റഹിമഹുല്ലാഹ് പറയുന്നു. അങ്ങനെ എത്ര ഉദ്ധരണികളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സമൂഹത്തെ ഉത്ബുദ്ധരാക്കേണ്ട വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സമൂഹത്തിന് ആ നിലക്ക് കാര്യങ്ങൾ വ്യതിചേദിച്ച് മനസ്സിലാക്കാൻ സത്യം ഉൾക്കൊള്ളാൻ അല്ലാഹു എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ രംഗത്തും പാലിച്ച് പ്രവർത്തികൾ വിജയിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുക. ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹയോട് ഒരാൾ ചോദിക്കുകയാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി നമസ്കാരം എങ്ങനെയാണ് ആരംഭിച്ചത്, തുടങ്ങിയത് എങ്ങനെയാണ്, തക്ബീറത്തുൽ ഇഹ്റാം കഴിഞ്ഞാൽ എങ്ങനെയായിരുന്നു ആരംഭിച്ചത്, ആ പ്രാരംഭം എങ്ങനെയായിരുന്നു? അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ പഠിപ്പിക്കുന്ന വളരെ മനോഹരമായ ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയിൽ നമുക്ക് അഭിപ്രായ ഭിന്നതകളുള്ള കാര്യത്തിൽ ഹഖിലേക്ക് വഴി കാണിക്കാനുള്ള വാചകം ആ പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന ഇങ്ങനെയാണ്: അല്ലാഹുമ്മ റബ്ബ ജബ്രായീല വ മീകായീല വ ഇസ്രാഫീല. ജിബ്രീലിന്റെ, മീകായിലിന്റെ, ഇസ്രാഫീലിന്റെ റബ്ബായ അല്ലാഹുവേ, ഫാത്തിറ സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ സൃഷ്ടാവായ അല്ലാഹുവേ, ആലിമുൽ ഗൈബി വശഹാദ, ദൃശ്യവും അദൃശ്യവുമായ അല്ലാഹുവേ, അൻത തഹ്കുമു ബൈന ഇബാദിക ഫീമാ കാനൂ ഫീഹി യഖ്തലിഫൂൻ. നിന്റെ അടിമകളുടെ ഇടയിൽ ഭിന്നിപ്പുള്ള കാര്യത്തിൽ വിധിക്കുന്നവൻ നീയാണ് റബ്ബേ. ഇഹ്ദിനി ലിമഖ്തലിഫ ഫീഹി മിനൽ ഹഖ്. ഭിന്നതകളുള്ള വിഷയത്തിൽ നിന്റെ അനുമതിയോടെ സത്യത്തിലേക്ക് എന്നെ നീ നയിക്കണമേ. ബിഇദ്നി ഇന്നക തഹ്ദീ മൻ തശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം. നിശ്ചയമായും നീ ഉദ്ദേശിക്കുന്നവരെ നേരായ മാർഗത്തിലേക്ക് നയിക്കുന്നു. ഇതൊരു പ്രാർത്ഥനയാണ്. പ്രവാചകന്റെ രാത്രി നമസ്കാരം, ഖിയാമുൽ ലൈലുകളിൽ, തഹജ്ജുദുകളിൽ പ്രവാചകൻ പ്രത്യേകമായി പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയാണ്. എന്താണ് പ്രാർത്ഥന? അല്ലാഹുമ്മ റബ്ബ ജബ്രായീല വ മീകായീല വ ഇസ്രാഫീൽ ഫാത്തിറ സമാവാതി വൽ അർദ് ആലിമുൽ ഗൈബി വശഹാദ അൻത തഹ്കുമു ബൈന ഇബാദിക ഫീമാ കാനൂ ഫീഹി യഖ്തലിഫൂൻ ഇഹ്ദിനി ലിമഖ്തലിഫ ഫീഹി മിനൽ ഹഖ് ബിഇദ്നി ഇന്നക തഹ്ദീ മൻ തശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം. മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ്. അതുകൊണ്ട് തന്നെ നമ്മുടെ രാത്രി നമസ്കാരങ്ങൾ, നമുക്ക് ഫർദ് നമസ്കാരങ്ങളും സുന്നത്ത് നമസ്കാരത്തിലൊക്കെ നമ്മൾ തക്ബീറത്തുൽ ഇഹ്റാം കൈകെട്ടിയതിനു ശേഷം പ്രാരംഭ പ്രാർത്ഥനകൾ നിർവഹിക്കാറുണ്ട്. രാത്രി നമസ്കാരത്തിൽ സ്പെഷ്യലായി പ്രവാചകൻ പ്രാർത്ഥിച്ചിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് ഇത്തരം പ്രാർത്ഥനകൾ നമ്മൾ അർത്ഥസഹിതം പഠിക്കുകയും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും ഇത് വളരെ തുറന്ന മനസ്സോടുകൂടി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്താൽ നമ്മൾ ഈ പ്രാർത്ഥനയിൽ ചോദിച്ചതുപോലെ അഭിപ്രായ ഭിന്നതകളുള്ള കാര്യത്തിൽ അതൊരു പരീക്ഷണമാണ്, ഒരു ഫിത്നയാണ്. ആ ഫിത്നയിൽ ഹഖിലേക്ക് അല്ലാഹു നമ്മളെ വഴി കാണിച്ചു തരുമെന്ന് തീർച്ചയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിഷയങ്ങളെ ആ നിലയ്ക്ക് വ്യതിചേദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനും ഏത് വിഷയത്തിലും പ്രമാണങ്ങളിലേക്ക് വളരാനും ഖുർആനിലും സുന്നത്തിലും അത് സലഫ് സ്വാലിഹീങ്ങൾ ആദ്യ തലമുറ 3 തലമുറകൾ എങ്ങനെയാണോ ആ ഖുർആനിന്റെ ആയത്തിനെയും ഹദീസിന്റെ വചനങ്ങളെയും മനസ്സിലാക്കിയതും ആചരിച്ചതും അതേപോലെ അവിടെ നിൽക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയി ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ഇവിടെ 14-ാം തീയതി മറ്റന്നാൾ ഞായറാഴ്ച അസ്വർ നമസ്കാരത്തിന് ശേഷം കൈവേദിക്കൽ എന്ന നമ്മുടെ തൊട്ടടുത്തുള്ള പ്രദേശത്ത് ഒരു അയൽക്കൂട്ടം നടക്കുകയും മുനവർസനാക്കിയാണ് ക്ലാസ് എടുത്ത് സംസാരിക്കുന്നത്. കുടുംബസമേതം പങ്കെടുക്കാൻ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് പ്രയാസങ്ങൾ, സാമ്പത്തികമായി ശാരീരികമായി പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, പ്രാർത്ഥിക്കാൻ വസിയത്ത് ചെയ്ത പലരുമുണ്ട്. അല്ലാഹു എല്ലാവരുടെയും പ്രയാസങ്ങൾ നീ പരിഹരിച്ചു കൊടുക്കണമേ. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പീഡനങ്ങൾ അനുഭവിക്കുന്ന മുസ്ലിം ഉമ്മത്ത് അല്ലാഹു നീ അവർക്ക് നിർഭയത്വം, സമാധാന വിജയവും നൽകി അനുഗ്രഹിക്കണമേ. നാളെ പരലോകത്ത് ഒരു ഭാഗത്ത് നരകത്തിലേക്ക്, ഒരു ഭാഗത്ത് സ്വർഗത്തിലേക്ക് പറഞ്ഞേക്കുമ്പോൾ
സ്വർഗത്തിലേക്ക് പോകുന്ന മുഅ്മിനീങ്ങളിൽ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم انا نسالك الجنه. اللهم اجرنا من النار. ربنا تقبل منا انك انت السميع العليم. ربنا آتنا في الدنيا حسنه وفي الاخره حسنه